എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ആൻഡ് വാലുവേഷൻ സബ്ജക്റ്റിൻ്റെ 7ാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പെയിൻറ്റിംഗ് കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ പെയിൻറ്റിംഗ് കോഎഫിഷ്യൻ്റ്? നമുക്കറിയാം, പെയിൻറ്റിംഗ് നമ്മൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും മീറ്റർ സ്ക്വയറിലായിരിക്കും. അതായത് എത്ര മീറ്റർ സ്ക്വയർ മൊത്തത്തിൽ, ഇപ്പോൾ വോളൊക്കെ പെയിൻറ്റ് ചെയ്യണമാണ്, അല്ലെങ്കിൽ കോമ്പൗണ്ട് വാള്, നമ്മുടെ ബിൽഡിങ്സിൻ്റെ വാൾസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര മീറ്റർ സ്ക്വയറിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യണം, അതായത് എത്ര ഏരിയയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും കണ്ടുപിടിക്കുക. ദെൻ മൾട്ടിപ്ലൈഡ് ബൈ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് പെർ മീറ്റർ സ്ക്വയർ എത്രയാണ് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷേ ചില സർഫസസുകളുണ്ട്, നമുക്ക് ഈ ഫിഗറിൽ കാണാവുന്നത് പോലെ തന്നെ. ഇത് കൊറുഗേറ്റഡ് ആയിട്ടുള്ള റൂഫിംഗ് ഷീറ്റ്സ് ആണ്. ഇത് സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഫ്രെയിംഡ് ആയിട്ടുള്ള ഡോസ്, അതായത് ബാറ്റണും ലെഡ്ജസും ഒക്കെ വെച്ചിട്ട് ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയ ഫ്രെയിംഡ് ആയിട്ടുള്ള ഡോസ്. ദെൻ ലോവേർഡ് ആയിട്ടുള്ള ഡോസ് അല്ലെങ്കിൽ വിൻഡോസ്. ഇത് ട്രെസിൽ വർക്കാണ്. ദെൻ ഇത് ഗ്ലേസ്ഡ് ഡോസ്, ഗ്ലേസ്ഡ് വിൻഡോസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പാനൽഡ് ഡോർ. അപ്പോൾ ഈ ഓരോ സർഫസുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്ലെയിൻ ഏരിയ മാത്രം എടുത്താൽ നമുക്ക് ടോട്ടൽ ഏരിയ ഓഫ് പെയിൻറ്റിങ് നമുക്ക് കിട്ടില്ല. ഓബ്വിയസ് ആണ്. ഈ കൊറുഗേറ്റഡ് ഷീറ്റിന് നമ്മൾ അതിനെ പ്ലെയിൻ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്ത് ആ പ്ലെയിൻ ഏരിയ മാത്രം എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് എത്ര ഏരിയ ആണ് പെയിൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ള സർഫസുകൾക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്ലെയിൻ ആയിട്ടുള്ള അവരുടെ ഏരിയ എടുക്കും. അതിനുശേഷം ആ ഏരിയയെ നമ്മൾ എന്തെങ്കിലും ഒരു പെയിൻറ്റിങ് കോഎഫിഷ്യൻ്റ്, ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലെയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോഎഫിഷ്യൻസിനെ പറയുന്ന പേരാണ് പെയിൻറ്റിങ് കോഎഫിഷ്യൻ്റ് എന്ന്. അപ്പോൾ PSC സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആയിട്ട്, കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഫ്രെയിംഡ് ആൻഡ് ബ്രേസ്ഡ്, ലെഡ്ജ്ഡ് ആൻഡ് ബാറ്റൻഡ് ഓർ ലെഡ്ജ്ഡ് ആൻഡ് ബാറ്റൻഡ് ആൻഡ് ബ്രേസ്ഡ് ഡോസ് ആണ്. നമ്മൾ ഓൾറെഡി ഫിഗർ കണ്ടതാണ്. അപ്പോൾ ടോട്ടൽ അതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ എടുക്കുക, അതിനെ 2.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2.25 ഈസ് ദ പെയിൻറ്റിംഗ് കോഎഫിഷ്യൻറ്റ് ഫോർ ദിസ് പർട്ടിക്കുലർ ഡോർ. ലോവേർഡ് ഡോസ്, വെനീഷ്യൻ ഡോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ 1.5, രണ്ട് സൈഡിലും എടുക്കുകയാണെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ 3. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുള്ളത്, നമ്മൾ ഒരു സൈഡിൻ്റെ നമ്മൾ പഠിച്ചിട്ട് പോവുമായിരിക്കും. ചിലപ്പോൾ അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ബോത്ത് സൈഡ്സ് ആണ്, എന്നിട്ട് ഈച്ച് സൈഡിലെയും ഓപ്ഷൻസ് ഉണ്ടാവും, ബോത്ത് സൈഡ്സിലെയും ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് തെറ്റാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ കൂടി കറക്റ്റായിട്ടൊന്ന് വായിച്ചിരിക്കാം. അപ്പോൾ വെനീഷ്യൻ ഡോസ്, ലോവേർഡ് ഡോസൊക്കെ ആണെങ്കിലും 1.5 ആണ് ഒരു സൈഡിലെത്തിയത്. ട്രെസിൽ വർക്ക് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഏരിയ അതിനെ മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യുക. കൊറുഗേറ്റഡ് ആയിട്ടുള്ള അയൺ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ 1.14% ഈച്ച് സൈഡ്. കൊറുഗേറ്റഡ് AC ഷീറ്റ് വിത്ത് ലാർജ് കൊറുഗേഷൻ ആണെന്നുണ്ടെങ്കിൽ 1.2 ആണ്. കൊറുഗേറ്റഡ് സെമി കൊറുഗേറ്റഡ് സ്റ്റീൽ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ 1.1 ആണ്. പാനൽഡ് ഡോർ ആണെന്നുണ്ടെങ്കിൽ 1.125, 2.2 ഒരു സൈഡിലേക്ക്, രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ 2.25 വരും. ദെൻ ഫുള്ളി ഗ്ലേസ്ഡ് ഓർ സാഷ്ഡ് ആയിട്ടുള്ള ഡോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ 0.5 ഫോർ ഈച്ച് സൈഡ്, ബോത്ത് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി 1 ആയിരിക്കും. പാർഷ്യലി ഗ്ലേസ്ഡും പാർഷ്യലി പാനൽഡും ആണെന്നുണ്ടെങ്കിൽ 1 ഫോർ ഈച്ച് സൈഡ്, 2 ഫോർ ബോത്ത് സൈഡാണ്. അപ്പോൾ ഇത് ഫുൾ ഈ ടേബിൾ നല്ല രീതിയിൽ കാണാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കമ്പൽസറി ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ ഷോർട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്